പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉറവിടങ്ങളിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. യോഹന്നാൻ്റെ സുവിശേഷം പഠിക്കാൻ ദൈവം തന്ന അനുഗ്രഹീതമായ ഈ സന്ദർഭത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. വളരെ താല്പര്യത്തോടെ നിങ്ങൾ ദൈവവചനം ശ്രദ്ധിക്കുന്നതിനും വചനത്തെ നിങ്ങൾ വളരെ ഗൗരവമായി എടുക്കുന്നതിനും ഞാൻ ആദ്യമേ തന്നെ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് നന്ദി പറയാൻ ഈ സമയം ഉപയോഗിക്കുകയാണ്. നമുക്ക് വചനത്തിൻ്റെ അമ്മയായ, ഞാൻ പലതവണ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്, കിബേഹോയിൽ ആഫ്രിക്കയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ സ്വയം പരിചയപ്പെടുത്തിയത് ഐ ആം ദ മദർ ഓഫ് ദ വേർഡ് എന്നാണ്. ഞാൻ വചനത്തിൻ്റെ അമ്മയാണ് എന്നാണ്. വചനത്തിൻ്റെ അമ്മയായ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. മാതാവേ, ഈ നിമിഷങ്ങളിൽ ദൈവവചനം പഠിക്കാൻ, പ്രത്യേകിച്ച് യോഹന്നാന് ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് കുരിശിൻ്റെ ചുവട്ടിൽ വെച്ച് അമ്മയെ സമ്മാനമായി കൊടുത്ത യോഹന്നാൻ, ആ യോഹന്നാൻ എഴുതിയ ഈ സുവിശേഷം മനസ്സിലാക്കുന്നതിന് അമ്മയുടെ മാതൃവാത്സല്യവും പ്രാർത്ഥനയും ഞങ്ങൾ യാചിക്കുന്നു. അമ്മ ഞങ്ങൾക്ക് വേണ്ടി, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിലെ വളരെ മനോഹരമായ ചിന്തോദ്ദീപകമായ ചില വായനകളാണ് നമ്മൾ നടത്തിയത്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തത് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 30 വരെയുള്ള വാക്യങ്ങളായിരുന്നു. ലാസറിനെ ഉയർപ്പിക്കുന്ന സംഭവം വരെ. ഒരിക്കൽ കൂടി ഞാൻ 30 മുതൽ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 37 വരെയായിരുന്നു. 38 മുതൽ നമ്മളൊന്ന് പരാമർശിച്ചു പോയിരുന്നു. ഒരിക്കൽ കൂടി ഞാൻ 38 മുതൽ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. യേശു വീണ്ടും നെടുവേർപ്പെട്ടുകൊണ്ട് ശവകുടീരത്തിങ്കൽ വന്നു. അതൊരു ഗുഹയായിരുന്നു. അതിന്മേൽ ഒരു കല്ലും വെച്ചിരുന്നു. യേശു പറഞ്ഞു, ആ കല്ലെടുത്ത് മാറ്റുവിൻ. മരിച്ചയാളുടെ സഹോദരിയായ മർത്ത പറഞ്ഞു, കർത്താവേ, ഇപ്പോൾ ദുർഗന്ധം ഉണ്ടായിരിക്കും. ഇത് 4-ാം ദിവസമാണ്. യേശു അവളോട് ചോദിച്ചു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? അവർ കല്ലെടുത്ത് മാറ്റി. യേശു കണ്ണുകൾ ഉയർത്തി പറഞ്ഞു, പിതാവേ, അങ്ങൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങൻ്റെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കുമെന്നും എനിക്കറിയാം. എന്നാൽ എന്നെ അയച്ചത് അവിടുന്നാണെന്ന് ചുറ്റും നിൽക്കുന്ന ജനം വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഇത് പറഞ്ഞിട്ട് അവൻ ഉച്ചത്തിൽ പറഞ്ഞു, ലാസറേ, പുറത്തു വരിക. അപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു. അവൻ്റെ കൈകാലുകൾ നാടകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടും മുഖം തുണി കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടുമിരുന്നു. യേശു അവരോട് പറഞ്ഞു, അവൻ്റെ കെട്ടുകൾ അഴിക്കുവിൻ, അവൻ പോകട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മളെപ്പോലെ നമ്മുടെ എല്ലാ വികാരങ്ങളോടും താതാത്മ്യം പ്രാപിച്ച ഒരാളായിരുന്നു ഈശോ. ഈശോ കരയുന്ന വളരെ വികാരനിർഭരമായ ഒരു രംഗം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചിരുന്നു. എന്തിനാണ് ഈശോ കരഞ്ഞത്? ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. എനിക്ക് ഹൃദയം കൊണ്ട് അടുത്ത് നിന്ന ധ്യാനകേന്ദ്രത്തിലുണ്ടായിരുന്ന ചില ആളുകളുടെ, പ്രത്യേകിച്ച് ഒരു കുട്ടി മരിച്ചപ്പോൾ ആ കുട്ടിയുടെ ശവസംസ്കാരത്തിൽ സംബന്ധിച്ചപ്പോൾ എൻ്റെ ഹൃദയം ഉള്ളുരുകി ഞാൻ കരഞ്ഞത് ഞാൻ ഓർക്കുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, എന്തിനാണ് നമ്മൾ മരിച്ചവരുടെ മുമ്പിൽ, അല്ലെ മരണത്തിൻ്റെ മുമ്പിൽ കരയുന്നത്? പല കാരണങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് വിങ്ങിപ്പൊട്ടിയത് എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഇനി ഈ ആളെ എനിക്ക് അടുത്ത് കാണാൻ പറ്റില്ലല്ലോ, ഈ ആളിനി നമ്മുടെ അടുത്ത് ഇല്ലല്ലോ ശാരീരികമായി എന്ന ഒരു ഓർമ്മയിലാണ് ഞാൻ കരഞ്ഞത്. സത്യത്തിൽ ഒരു പ്രിയപ്പെട്ടവരുടെ മരണത്തിന് മുമ്പിൽ ഓരോരുത്തരും കരയുന്നത് ആ വേർപാടാണ് അവരെ കരയിപ്പിക്കുന്നത്. ആ കാണാനാവില്ലല്ലോ, അടുത്തില്ലല്ലോ എന്ന ഓർമ്മയാണ് അവരെ കരയിപ്പിക്കുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇവിടെ ഈശോ അപ്പോൾ എന്തിനാവും കരഞ്ഞത്? ഈശോ കരഞ്ഞത് തീർച്ചയായും ഈ ലാസറിൻ്റെ മരണത്തെ ഓർത്ത് അല്ല. ഇതിന് നിങ്ങൾ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കുന്നതിന് ഞാൻ ഒരു പശ്ചാത്തല ചിന്ത കൂടി നൽകാം. അതായത്, ഈ ഹോൾ ഡ്രാമ, ഇതിനെ ഞാനൊരു നാടകം എന്ന് വിളിക്കുന്നു. അതായത്, ഈ ലാസറിൻ്റെ രോഗം, ലാസറിൻ്റെ മരണം, ലാസറിൻ്റെ ശവകുടീരത്തിൽ ഈശോ വന്ന് നിൽക്കുന്നത്, ഇതെല്ലാം ഞാനതിനെ ഒരു ഡ്രാമ എന്ന് വിളിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇതൊരു നാടകമാണ്. ഈ നാടകത്തിൻ്റെ തിരക്കഥാകൃത്ത് യേശു ക്രിസ്തുവാണ്. ഈ നാടകത്തിൻ്റെ കഥ യേശുവിൻ്റേതാണ്. ഈ നാടകം സംവിധാനം ചെയ്യുന്നത് യേശുവാണ്. നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് ഞാൻ വിചാരിക്കുന്നു.
അതായത് ഇത് ഈശോ ഒരുക്കിയ ഒരു പ്ലോട്ടായിരുന്നു, ഈശോ ഒരുക്കിയ ഒരു തിരക്കഥയായിരുന്നു. അതായത് താൻ സ്നേഹിച്ചിരുന്ന ലാസറിനെ രോഗിയാക്കിയതും മരണത്തിലേക്ക് അയച്ചതും മരണത്തിൽ നിന്ന് തിരിച്ചു വിളിക്കുന്നതും മുഴുവൻ കൃത്യമായി ക്രിസ്തു ആവിഷ്കരിച്ച ഒരു പ്രമേയമായിരുന്നു, ഒരു നാടകമായിരുന്നു. നിങ്ങൾ അത്ഭുതപ്പെടും എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അതായത് ഈ ഒരു സംഭവത്തിൻ്റെ രക്ഷാകര ചരിത്രത്തിലെ പശ്ചാത്തലം അല്ലെങ്കിൽ ഇതിൻ്റെ പ്രസക്തി എന്താണ്, ഇതിൻ്റെ പ്രാധാന്യം? ഈ ലാസറിൻ്റെ മരണവും ലാസറിൻ്റെ ഉയർപ്പും യേശുവിൻ്റെ ജീവിതത്തെ എങ്ങനെയാണ് ബാധിച്ചത്, അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ ജീവിതത്തെ എങ്ങനെയാണ് ബാധിച്ചത്? ഞാൻ അതിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. യേശുവിൻ്റെ ജീവിതത്തിന് യേശുവിൻ്റെ കുരിശു മരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവസാനത്തെ കാരണങ്ങളിലൊന്നായിരുന്നു ലാസറിൻ്റെ ഉയർപ്പ്. നമ്മളിനി തൊട്ടടുത്ത ഭാഗത്ത് വായിക്കും, ഈ ലാസറിനെ ഉയർപ്പിച്ചതിന് ശേഷം അനേകർ യേശുവിനെ വിശ്വസിച്ചതിന് ശേഷമാണ് പ്രധാന പുരോഹിതൻ ഇവൻ കൊല്ലപ്പെടേണ്ടവനാണ് എന്ന് ആ കൗൺസിലിൽ സംസാരിക്കുന്നത്. അപ്പോൾ ലാസറിൻ്റെ ഉയർപ്പ് യേശുവിൻ്റെ മരണത്തിലേക്കാണ് നയിച്ചത്. അത് ഒരു ഐറണിയാണ്, അതൊരു വൈരുദ്ധ്യമാണ്. ഒരാളെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ആ തിരിച്ചു വിളിച്ചയാളെ മരണത്തിലേക്ക് നയിക്കുന്നു. ഇതാണ് യേശുവിൻ്റെ ജീവിതവുമായി ലാസറിൻ്റെ ഉയർപ്പിനുള്ള ഒരു ബന്ധം. ഇനി നമ്മൾ കാണാനാവാത്ത അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത മറ്റൊരു ബന്ധമുണ്ട്. ഇവിടെ ലാസറിനെ യേശു മരിച്ചവരുടെ ലോകത്ത് നിന്ന് ജീവിക്കുന്നവരുടെ ലോകത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. ഇത് യഥാർത്ഥത്തിൽ റിസറക്ഷൻ അല്ല, റിസസിറ്റേഷനാണ്. ഈ രണ്ട് വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. അതായത് ലാസറിന് സംഭവിക്കുന്നത് റിസസിറ്റേഷനാണ് എന്ന് പറഞ്ഞാൽ ലാസർ തിരിച്ചു വരുന്നത് ലാസറിൻ്റെ പഴയ ശരീരത്തിലേക്ക് തന്നെയാണ്. എന്നാൽ യേശുവിൻ്റേത് ഉത്ഥാനമാണ്. യേശു തിരിച്ചു വരുന്നത് യേശുവിൻ്റെ പഴയ ശരീരത്തിലേക്കല്ല, നവീകരിക്കപ്പെട്ട, രൂപാന്തരപ്പെട്ട, മഹത്വീകരിക്കപ്പെട്ട, ഗ്ലോറിഫൈഡ് ബോഡിയിലേക്കാണ് ഈശോ വരുന്നത്, പരിമിതികളില്ലാത്ത ശരീരത്തിലേക്ക്. അതുകൊണ്ടാണ് വാതിലുകൾ അടച്ചിരിക്കുമ്പോഴും യേശുവിന് വാതിൽ തുറക്കാതെ ആ ശരീരവും കൊണ്ട് അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയും. ഒരേ സമയത്ത് പല സ്ഥലങ്ങളിൽ യേശുവിന് പലരുടെ ജീവിതത്തിൽ ഇടപെടാൻ കഴിയും, ആ ഉത്ഥാനം ചെയ്ത യേശുവിൻ്റെ ശരീരത്തിൽ. സോ യേശുവിൻ്റെ ഉത്ഥാനവും ലാസറിൻ്റെ തിരിച്ചുവരവും തമ്മിൽ കൃത്യമായി പറഞ്ഞാൽ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും മരിച്ചവരിൽ നിന്ന് ഒരാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്ന ഒരു സംഭവമാണ് ലാസറിൻ്റെ ഉയർപ്പിലൂടെ യേശു ലോകത്തിന് മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. എന്തിനായിരുന്നു അത്? ഈ സംഭവങ്ങൾ നടന്ന് ഏതാണ്ട് ഒരു 6 ദിവസങ്ങൾ കഴിഞ്ഞ് പെസഹായാവും. പെസഹായ്ക്ക് യേശു കൊല്ലപ്പെടും. യേശു കൊല്ലപ്പെട്ട് കഴിഞ്ഞ് 3 ദിവസം കഴിയുമ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർ ജെറുസലേമിൻ്റെ നഗരഗ്രാമ വീഥികളിൽ ലോകം ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത ഒരു സത്യവും പ്രഘോഷിച്ചുകൊണ്ട് ഇറങ്ങും. ആ സത്യം ഞങ്ങളുടെ നാഥനും ഗുരുവുമായ യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. മരിച്ചവരിൽ നിന്ന് യേശു ഉയർത്തെഴുന്നേറ്റു എന്ന സനാതന സത്യം ലോകത്തിൻ്റെ മുമ്പിൽ ശിഷ്യന്മാർ വിളിച്ചു പറയുമ്പോൾ ലോകം ഇത് വിശ്വസിക്കുമോ? ജെറുസലേം ഇത് വിശ്വസിക്കുമോ? യൂദയായിലെ ജനങ്ങൾക്ക് ഇത് വിശ്വസിക്കാൻ കഴിയുമോ? കഴിയില്ല എന്ന് യേശുവിനറിയാം. അതുകൊണ്ട് തൻ്റെ മരണത്തിന് കൃത്യമായി ഒരാഴ്ച മുമ്പ് യേശു മരിച്ചവരിൽ നിന്ന്, അവർക്ക് സുപരിചിതനായിരുന്ന, അവർക്ക് ചിരപരിചയത്വമുണ്ടായിരുന്ന, അവരുടെ ഇടയിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനെ, ഒരു ചെറുപ്പക്കാരനെ യേശു മരണത്തിൽ നിന്ന് ജീവനിലേക്ക് തിരിച്ചു വിളിച്ചുകൊണ്ട് യേശു മരിച്ചവരിൽ നിന്ന് തിരിച്ചു വരാൻ സാധ്യമാണ് എന്ന് ലോകത്തോട് പ്രഖ്യാപിക്കുകയായിരുന്നു. അതായത് താൻ ഉയർത്തെഴുന്നേറ്റു എന്ന് തൻ്റെ ശിഷ്യന്മാർ ലോകത്തോട് പറയുമ്പോൾ നിങ്ങൾ സംശയിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങളുടെ ഇടയിൽ നിന്ന് ഇതുപോലെ മരിച്ചവരുടെ ലോകത്ത് നിന്ന് തിരിച്ചു വന്ന ഒരാളെ, ലാസറിനെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ നാടകത്തിൻ്റെ, അതായത് ക്രിസ്തു തയ്യാറാക്കിയ ക്രിസ്തുവിൻ്റെ മരണവും ഉത്ഥാനവും എന്ന ഈ നാടകത്തിൻ്റെ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഞാൻ നാടകം എന്ന വാക്ക് പറയുമ്പോൾ അത് ആ സത്യം ആവിഷ്കരിക്കാൻ ഞാൻ പറയുകയാണ്. ആ നാടകത്തിൻ്റെ ഡ്രസ് റിഹേഴ്സലായിരുന്നു, ഫൈനൽ റിഹേഴ്സലായിരുന്നു ലാസറിൻ്റെ ഉത്ഥാനം. അതായത് ക്രിസ്തു കാണിച്ചു കൊടുക്കുകയാണ് മരിച്ചവരുടെ ലോകത്ത് നിന്ന് ഒരാൾക്ക് തിരിച്ചു വരാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഇനി ഈ സംഭവത്തിലേക്ക് തിരിച്ചു വരിക.
അങ്ങനെയാണെങ്കിൽ ഈ ലാസറിൻ്റെ മരണവും ലാസറിൻ്റെ രോഗവും ലാസറിൻ്റെ തിരിച്ച് ലോകത്തിലേക്കുള്ള ജീവനിലേക്കുള്ള വരവുമെല്ലാം ക്രിസ്തു തയ്യാറാക്കിയ ഒരു പദ്ധതിയാണ്. എൻ്റെ ചോദ്യം, 10 മിനിറ്റ് കഴിയുമ്പോൾ താൻ തയ്യാറാക്കിയ തിരക്കഥയനുസരിച്ച് ലാസർ തിരിച്ചു വരും എന്ന് യേശുവിന് അറിയാമെങ്കിൽ എൻ്റെ ചോദ്യം, പിന്നെന്തിനാണ് യേശു കരയുന്നത്? യേശു ചിരിക്കുകയല്ലേ ചെയ്യേണ്ടത്? ഞാനാണെങ്കിൽ ചിരിക്കും, ഗൂഢമായി ചിരിക്കും. ഗൂഢമായൊരു മന്ദസ്മിതം നിങ്ങളുടെ മുഖത്തുണ്ടാവും. കാരണം നിങ്ങൾക്കറിയാം ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണ്. എൻ്റെ ചോദ്യം, യേശു പിന്നെ എന്തിനാണ് കരഞ്ഞത്? പ്രിയപ്പെട്ടവരെ, ഉത്തരം വളരെ ലളിതമാണ്. യുക്തിയില്ലാത്ത ഒരു കരച്ചിലായിരുന്നു അത്. ലോജിക്കില്ലാത്ത ഒരു കരച്ചിൽ. മനുഷ്യൻ്റെ സാധാരണ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ കരയേണ്ട ആവശ്യമില്ലാത്ത ഒരു സാഹചര്യത്തിൽ യേശു വിങ്ങിപ്പൊട്ടി കരഞ്ഞത് മറിയം കരയുന്നത് കണ്ടിട്ടാണ്, മാർത്ത കരയുന്നത് കണ്ടിട്ടാണ്, ആ കുടുംബാംഗങ്ങൾ കരയുന്നത് കണ്ടിട്ടാണ്. Your God is so sensitive to the cries of his beloved people. ഞാൻ കുറെ കൂടി വ്യക്തമായിട്ട് നിങ്ങളോട് പറഞ്ഞാൽ, മറിയം ഒരാരാധകയായിരുന്നു. ആരാധകരുടെ കണ്ണീരിന് ദൈവത്തെ ചലിപ്പിക്കാൻ കഴിയും. ആരാധകർ കരയുമ്പോൾ ദൈവം കരയും. ആരാധകരുടെ ഹൃദയമിടിപ്പാണ് ദൈവത്തിൻ്റെ ഹൃദയമിടിപ്പ്. ആരാധകരുടെ വേവലാതി ദൈവത്തിൻ്റെ വേവലാതിയാണ്. കാൽച്ചുവട്ടിലിരുന്ന യേശുവിൻ്റെ തിരുമുഖത്ത് നോക്കിയിരുന്ന മറിയത്തിൻ്റെ കരച്ചിൽ യേശുവിനെ കരയിപ്പിച്ചു. ക്രിസ്തു ഈ സംഭവങ്ങളെല്ലാം മറന്നു. നാടകത്തിൽ തൻ്റെ വേഷം മറന്നുപോയ, തൻ്റെ ഡയലോഗ് മറന്നുപോയ കഥാപാത്രമായി യേശു മാറി. പരിസരം മറന്നു, സാഹചര്യം മറന്നു, അന്തരീക്ഷം മറന്നു. അവൾ കരയുന്നത് കണ്ടപ്പോൾ യേശു കരഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളെ വിളിക്കുകയാണ് ഭക്തരിൽ നിന്ന് ആരാധകരിലേക്ക് വളരാൻ, ക്രിസ്തുവിൻ്റെ പാദാന്തികത്തിലിരിക്കാൻ. ഇങ്ങോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് യേശുവിനെ തേടാതെ അങ്ങോട്ട് യേശുവിനെ സ്നേഹിക്കാൻ. കർത്താവിൻ്റെ പാദത്തിൽ മണിക്കൂറുകൾ ഇരുന്നാലും അത് പാഴായി പോയി എന്ന് ചിന്തിക്കാതിരിക്കാൻ. ദൈവത്തിന് ജീവിതം കൊടുക്കാൻ, കർത്താവിന് വേണ്ടി ജീവിതത്തെ സമർപ്പിക്കാൻ, നേദിക്കാൻ, ബലി കൊടുക്കാൻ. അപ്പോൾ നിങ്ങൾ ആരാധകരായി മാറും. വാങ്ങുന്നവൻ്റെ പേരാണ് ഭക്തൻ, കൊടുക്കുന്നവൻ്റെ പേരാണ് ആരാധകൻ. ദൈവത്തിൽ നിന്ന് വാങ്ങുന്നവൻ്റെ പേരാണ് ഭക്തൻ, ദൈവത്തിന് കൊടുക്കുന്നവൻ്റെ പേരാണ് ആരാധകൻ. ഭക്തരിൽ നിന്ന് ശിഷ്യരിലേക്ക്, ഭക്തരിൽ നിന്ന് ആരാധകരിലേക്ക്, ആരവങ്ങളിൽ നിന്ന് കാൽച്ചുവട്ടിലേക്കുള്ള യാത്രയാണ് യഥാർത്ഥത്തിൽ മാർത്തയിൽ നിന്ന് മറിയത്തിലേക്കുള്ള ദൂരം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈശോ കരഞ്ഞ് ലാസറിൻ്റെ കുഴിമാടത്തിൽ വന്ന ഈശോ അവിടെ ഒരു കല്ല് ഉരുട്ടി വെച്ചിരിക്കുന്നത്, അവിടെ ഒരു കല്ലെടുത്ത് ഈ ഗുഹാമുഖത്ത്, ഈ കല്ലറയുടെ മുമ്പിൽ ഉരുട്ടി വെച്ചിരിക്കുന്നതായി കാണുന്നു എന്ന് നമ്മളിവിടെ വായിക്കുന്നുണ്ട്. അതിന്മേലൊരു കല്ല് വെച്ചിരുന്നു. ഈ സമാന്തര സുവിശേഷങ്ങൾ, മത്തായി, മർക്കോസ്, ലൂക്കോസ് സുവിശേഷകന്മാരുടെ വിവരണമനുസരിച്ച് ഈശോയുടെ കല്ലറയുടെ മുമ്പിലും ഈ കല്ല്, വലിയൊരു കല്ല് ഉരുട്ടി വെച്ചിരിക്കുന്നു. ഇത് ഒരു ഉപമയാണ്. യോഹന്നാൻ ഇത് ഉപയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ ഉപമ പോലെയാണ്. എന്ന് പറഞ്ഞാൽ ഇത് കഥയാണെന്നല്ല, ഇതൊരു ഉപമ പോലെയാണ്. എന്ന് വെച്ചാൽ യോഹന്നാൻ പറയുകയാണ്, ഈ കല്ലും ക്രിസ്തുവിൻ്റെ കല്ലറയ്ക്ക് മുമ്പിൽ ഉരുട്ടി വെച്ചിരിക്കുന്ന കല്ലും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ മനുഷ്യർ ഈ കല്ല് ഉരുട്ടി മാറ്റുമെങ്കിൽ നാളെ മാലാഖമാർ യേശുവിൻ്റെ ഈ കല്ലറയുടെ മുമ്പിലെ കല്ല് ഉരുട്ടി മാറ്റും. അത് സൂചനാപരം കൂടിയാണ്. അങ്ങനെ കർത്താവ് ശംസിക പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. പിതാവേ, എൻ്റെ പ്രാർത്ഥന നീ എപ്പോഴും ശ്രവിക്കുന്നു, എൻ്റെ പ്രാർത്ഥന കേട്ടതിന് ഞാൻ നിനക്ക് നന്ദി പറയുന്നു. എന്നിട്ട് ഈശോ വിളിക്കുകയാണ്, ലാസറേ പുറത്തു വരിക. ഇത് ഓരോ മനുഷ്യാത്മാവിലേക്കുമുള്ള ക്രിസ്തുവിൻ്റെ വിളിയാണ്, വിളിയൊച്ചയാണ്. ലാസറേ പുറത്തു വരിക, നിൻ്റെ ഏറ്റവും നല്ലതിലേക്ക് പുറത്തു വരിക, നിൻ്റെ ഏറ്റവും നല്ല സാധ്യതകളിലേക്ക് പുറത്തു വരിക, നിൻ്റെ ബെസ്റ്റിലേക്ക് മടങ്ങി വരിക, നിൻ്റെ എല്ലാ സാധ്യതകളും പൂർത്തീകരിക്കപ്പെടുന്ന ആ സാക്ഷാത്കാരത്തിലേക്ക് മടങ്ങി വരിക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏറ്റവും മിനിമത്തിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു ശരാശരി മലയാളിയോട് ചോദിച്ചാൽ എങ്ങനെയുണ്ട് ജീവിതം എന്ന് ചോദിച്ചാൽ കിട്ടാവുന്ന ശരാശരി ഉത്തരം കുഴപ്പമില്ല എന്നാണ്. കുഴപ്പമില്ല എന്നത് ഒരു ആവറേജ് ഉത്തരമാണ്. കുഴപ്പമില്ല, അതൊരു പരിമിതമായ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടിൻ്റെ അടയാളവാക്യമാണ്. എന്നാൽ എക്സലൻ്റ് ആയിരിക്കുന്നു, വളരെ നന്നായിരിക്കുന്നു, ഉത്തമമായ ജീവിതം, സൂപ്പർ എന്ന് പറയുന്നവരെ നിങ്ങൾ വളരെ അപൂർവമായിട്ട് മാത്രമേ കാണുകയുള്ളൂ. ഒരു കാഴ്ചപ്പാടാണത്.
അതായത് ജീവിതത്തിൻ്റെ ഏറ്റവും മിനിമത്തിൽ സന്തോഷം കണ്ടെത്തുന്നവരാണ് നമ്മൾ, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ. മിനിമം കഷ്ടിച്ച് ജയിക്കുക, എങ്ങനെയെങ്കിലും പാസ് മാർക്ക് വാങ്ങുക, എങ്ങനെയെങ്കിലും ഒന്ന് ആ ഐൽസിൻ്റെ സ്കോറ് യാത്ര ചെയ്യാൻ മാത്രം അത്രയെങ്കിലും ഒന്ന് കിട്ടുക. മൊത്തത്തിൽ നമ്മുടെ ഒരു പെർഫോമൻസിൻ്റെ സാധ്യതകളെ ആവിഷ്കരിക്കുന്നതിനുള്ള സ്വപ്നങ്ങളുടെ അഭാവം ഈ കാലഘട്ടത്തെ ബാധിക്കുമ്പോൾ ക്രിസ്തു വിളിക്കുകയാണ്, ലാസറേ പുറത്തു വരിക. ബന്ധിക്കപ്പെട്ടും നാടകൾ കൊണ്ട് ചുറ്റപ്പെട്ടും സ്വതന്ത്രമാവാതെ ചലനശേഷിയില്ലാതെ മൂടപ്പെട്ടൊരു ലോകത്ത്, അന്ധകാരത്തിൻ്റെ ഒരു ലോകത്ത്, ഇരുട്ടിൽ കഴിയുന്നൊരവസ്ഥയിൽ നിന്ന് ലാസറേ പുറത്തു വരിക. ഏത് നിരാശയുടെ പടുകുഴിയിലാണ് നിങ്ങൾ കിടക്കുന്നതെങ്കിലും പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് പറയുന്നു, ലാസറേ പുറത്തു വരിക. നിനക്ക് പുറത്തു വരാനുള്ള സമയമായിരിക്കുന്നു. കാരണം ക്രിസ്തു നിൻ്റെ ഗുഹാമുഖത്ത് എത്തിക്കഴിഞ്ഞു. ക്രിസ്തു ഇതാ നിന്നെ വിളിക്കുന്നു. ഇനി നിനക്ക് മരിച്ചവരുടെ അവസ്ഥയിൽ തുടരാൻ പറ്റില്ല. അതുകൊണ്ടാണ് മരിച്ചവനെ, ഉറങ്ങുന്നവനെ ഉണരുക, ക്രിസ്തു നിൻ്റെ മേൽ പ്രകാശിക്കട്ടെ എന്ന് വചനം പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ലാസറേ പുറത്തു വരിക, എനിക്ക് എൻ്റെ ഈ ബൈബിളിൽ എന്നെ വളരെ കോരിത്തെരിപ്പിക്കുന്ന വാക്യങ്ങളിലൊന്നാണിത്. ലാസറേ പുറത്തു വരിക. മറ്റൊരു വാക്കാണ് എഫാത്ത, തുറക്കപ്പെടട്ടെ. തുറക്കപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഇത് ഞാനൊരു അനുഗ്രഹമായിട്ട് ഇന്ന് നിങ്ങളോട് പറയുകയാണ്. എഫാത്ത, നിങ്ങളുടെ സാധ്യതകൾ തുറക്കപ്പെടട്ടെ. ഞാനിതൊരു അനുഗ്രഹമായി നിങ്ങളോട് പറയുകയാണ്. ലാസറേ പുറത്തു വരിക. നിങ്ങളുടെയും എൻ്റെയും ഏറ്റവും നല്ലത് പുറത്തു വരട്ടെ. അങ്ങനെ അവൻ പുറത്തു വന്ന് അവൻ്റെ കെട്ടുകൾ അഴിക്കുവിൻ, അവൻ പോകട്ടെ. മറിയത്തിൻ്റെ അടുക്കൽ, നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് കടക്കാം. മറിയത്തിൻ്റെ അടുക്കൽ വന്നിരുന്ന യഹൂദരിൽ വളരെ പേർ അവൻ പ്രവർത്തിച്ചത് കണ്ട് അവനിൽ വിശ്വസിച്ചു. എന്നാൽ അവരിൽ ചിലർ ചെന്ന് യേശു പ്രവർത്തിച്ച കാര്യങ്ങൾ ഫരിസേയരോട് പറഞ്ഞു. അപ്പോൾ പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും ആലോചനാ സംഘം വിളിച്ചുകൂട്ടി പറഞ്ഞു, നാം എന്താണ് ചെയ്യേണ്ടത്? ഈ മനുഷ്യൻ വളരെയധികം അടയാളങ്ങൾ പ്രവർത്തിക്കുന്നല്ലോ. അവനെ നാം ഇങ്ങനെ വിട്ടാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും. അപ്പോൾ റോമാക്കാർ വന്ന് നമ്മുടെ വിശുദ്ധ സ്ഥലത്തെയും ജനത്തെയും നശിപ്പിക്കും. അതായത് ഒരുപാട് മിശിഹാമാർ, ഒരുപാട് ക്രിസ്തു എന്ന് അവകാശപ്പെട്ടവർ റോമാക്കാരാൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. എവിടെയെങ്കിലും ഒരാൾ ഒരു നേതൃസ്ഥാനത്തേക്ക് വളർന്നു വരികയും അയാൾ ജനക്കൂട്ടത്തെ ഒരുമിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് കണ്ടാൽ റോമാക്കാർ വന്ന് ആ കലാപമെന്നവർ കരുതുന്ന ആ സംഭവത്തെ അടിച്ച് അമർത്തുമായിരുന്നു. അങ്ങനെ അവർ വന്ന്, അപ്പോൾ ചില ഓർമ്മകളിലാണ് ഈ പ്രധാന പുരോഹിതൻ പറയുന്നത്, അതായത് ഈ മുമ്പ് മക്കബായ വിപ്ലവത്തിൻ്റെ ഏതാണ്ട് അവസാന കാലം എത്തുമ്പോഴേക്കും, എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ BC അവസാന സമയം എത്തുമ്പോഴേക്കും 37 മറ്റോ ആണ് BC. അപ്പോൾ ഈ ഫരിസേയരും സദൂക്കായരും തമ്മിലുണ്ടായ ഒരു വലിയ കലാപം, ആ കലാപത്തെ അമർച്ച ചെയ്യാനാണ് ഈ പോംബെ എന്ന് പറയുന്ന ജനറലിൻ്റെ നേതൃത്വത്തിൽ റോമൻ പട്ടാളം ജെറുസലേമിലേക്ക് എത്തുന്നതും ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ റോമൻ ആധിപത്യം ആരംഭിക്കുന്നതും. അത് ഒരു കലാപം അമർച്ച ചെയ്യാൻ എത്തിയതാണ്. അപ്പോൾ അത്തരം ഓർമ്മകളിലാവണം പ്രധാന പുരോഹിതൻ പറയുന്നത്, ഇവൻ വളരെയധികം അടയാളങ്ങൾ പ്രവർത്തിക്കുന്നു, ഒരുപാട് പേർ ഇവൻ്റെ കൂടെ ചേരുന്നു. അങ്ങനെ ചേർന്നാൽ റോമാക്കാർ വന്ന് നമ്മുടെ വിശുദ്ധ സ്ഥലത്തെ ആക്രമിക്കുകയും നശിപ്പിക്കുകയും ചെയ്യും. വിശുദ്ധ സ്ഥലത്തെയും ജനത്തെയും നശിപ്പിക്കും. അവരിൽ ഒരുവനും ആ വർഷത്തെ പ്രധാന പുരോഹിതനുമായ കയ്യാപ്പാസ് പറഞ്ഞു, നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ. ജനം മുഴുവൻ നശിക്കാതിരിക്കാനായി അവർക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഇനി യോഹന്നാൻ വളരെ പുഞ്ചിരിയോടെ ഒരു കാര്യം എഴുതുന്നു, ഇത് അവൻ സ്വമേധയാ പറഞ്ഞതല്ല. പ്രത്യുത ആ വർഷത്തെ പ്രധാന പുരോഹിതൻ എന്ന നിലയിൽ ജനത്തിനു വേണ്ടി യേശു മരിക്കേണ്ടിയിരിക്കുന്നുവെന്ന് പ്രവചിക്കുകയായിരുന്നു. ജനത്തിനു വേണ്ടി മാത്രമല്ല, ചിതറിക്കിടക്കുന്ന ദൈവമക്കളെ ഒരുമിച്ച് കൂട്ടുന്നതിനു വേണ്ടിയും അന്ന് മുതൽ അവനെ വധിക്കാൻ അവർ ആലോചിച്ചുകൊണ്ടിരുന്നു. അതായത് AD 18 മുതൽ 36 വരെ പ്രധാന പുരോഹിതനായിരുന്ന ആളാണ് കയ്യാപ്പ. മക്കബായ വിപ്ലവത്തിന് ശേഷം ഈ യഹൂദരുടെ നേതൃത്വം പ്രധാന പുരോഹിതന്മാർക്കായിരുന്നു. അവർ ഏകദേശം രാജാവിനെ പോലെയായിരുന്നു. രാജകീയ അധികാരങ്ങൾ അവർക്കില്ലെങ്കിലും, ഹെറോദേസ് രാജാവുണ്ട്, അതുപോലെ പീലാത്തോസ് ഉണ്ട്. പക്ഷേ പൊളിറ്റിക്കലായിട്ടുള്ള അധികാരം അവർക്കില്ലെങ്കിലും യഹൂദരുടെ രാജാവിനെ പോലെയും അതുപോലെ ഭരണാധികാരി എന്ന നിലയിലുമായിരുന്നു പ്രധാന പുരോഹിതരുടെ സ്ഥാനം. സദൂക്കായരായിരുന്നു പുരോഹിത വർഗം. അപ്പോൾ ഏതായാലും പ്രധാന പുരോഹിതന്മാർക്ക് പ്രവചന സിദ്ധി ബൈബിളിൽ ഉണ്ടായിരുന്നതിൻ്റെ സൂചനകളുണ്ട്.
യോഹന്നാൻ പറയുകയാണ്, അവനൊരു പ്രവാചകൻ എന്ന നിലയിൽ പ്രവചിക്കുകയായിരുന്നു. എന്താണ് പ്രവചിച്ചത്? അവനുദ്ദേശിച്ചത് റോമാക്കാർ വന്ന് ഇത് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി, ജനം മുഴുവൻ നശിക്കാതിരിക്കാൻ ഒരാൾ കൊല്ലപ്പെടട്ടെ. യോഹന്നാൻ പറയുകയാണ്, നീ പറഞ്ഞതാണ് സത്യം. ഈ ലോകം മുഴുവൻ, ഈ ലോകത്തെ ജനം മുഴുവൻ, മനുഷ്യർ മുഴുവൻ നശിക്കാതിരിക്കാൻ വേണ്ടി ക്രിസ്തു അവർക്ക് പകരമായി മരിക്കട്ടെ എന്ന് അവൻ അറിയാതെ പരോക്ഷമായി പ്രവചിക്കുകയായിരുന്നു. എൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമുക്ക് വേണ്ടി, നമുക്ക് പകരം നമ്മുടെ സ്ഥാനത്ത് നിൽക്കാൻ ഒരാൾ ഉണ്ട് എന്ന ഒരു സത്യം നിങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ ആലേഖനം ചെയ്യാൻ നിങ്ങളെ ഞാൻ വിളിക്കുകയാണ്. ആഴത്തിൽ അത് എഴുതപ്പെടട്ടെ. നിങ്ങൾക്ക് പകരം, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സ്ഥാനത്ത് നിൽക്കാൻ ഒരാളുണ്ട്. നിങ്ങൾക്ക് കഴിയാത്തത്, നിങ്ങൾക്ക് കഴിയാഞ്ഞത്, നിങ്ങൾക്ക് പറ്റാത്തത്, നിങ്ങളെക്കൊണ്ട് എത്തിക്കാനാവില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് എല്ലാം നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് പകരം നിങ്ങളുടെ സ്ഥാനത്ത് പൂർത്തിയാക്കാൻ ഒരാളുണ്ട്. അവൻ്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. നിങ്ങളുടെ ഈ ദിവസത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ബൈബിൾ വായനാ പദ്ധതിയിൽ നിങ്ങൾ പങ്കുചേർന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ആരെങ്കിലും അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ബൈബിൾ റീഡിംഗ് പ്രോഗ്രാം നമ്മൾ നടത്തുന്നുണ്ട്. അതിൽ നിങ്ങൾ പങ്കുചേരുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്നെയും പ്രാർത്ഥനയിൽ ഓർക്കുക. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.